Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല ഈവനിംഗ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾ ഏത് കപ്പിനാണോ റവ എടുക്കുന്നത് അതിന്റെ ഇരട്ടി ഗോതമ്പ് പൊടി ചേർക്കുക. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇത് ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടില്ല. 1/4 കപ്പും പിന്നെ കുറച്ചുകൂടെ പഞ്ചസാര എടുത്തിട്ടുള്ളേ. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഇത് നമുക്ക് കലക്കിയെടുക്കാം. കട്ട കെട്ടാതെ കലക്കിയെടുക്കണം. ഇത് ഈ പരുവത്തിൽ കലക്കുക. കാരണം റവ ആണെങ്കിൽ കൂടുതൽ വെള്ളം പിടിച്ചെടുക്കും. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് എള്ള്, ഇനി ആവശ്യത്തിന് ഉപ്പ്, സ്വല്പം സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്പം നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാണ് ഈ മാവിന്റെ കൺസിസ്റ്റൻസി. ഇഡ്ഡലി മാവിന്റെ പരുവത്തിൽ വേണം നിങ്ങൾ ഇത് കലക്കിയെടുക്കാനേ. ഒരുപാട് ചൂടായ എണ്ണയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാന്. എന്നാൽ മാത്രമേ ഇതിന് ഉൾഭാഗം നല്ലോണം വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോഴ് ഇത് പൊന്തി വരുമ്പോഴേ കുറച്ചെണ്ണ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.